അപ്പൊ നമ്മുടെ ഒരു ആഴ്ചയോളായിട്ട് ഏകദേശം എനിക്കൊന്നും എന്താ പറയാ വാട്സപ്പിലൂടെ ചില ആള് ചീത്തവരെ വിളിച്ചിന് എന്നിട്ട് ഡിലീറ്റ് ചെയ്താണ്. എന്താണ് ഇത്, ഒരാഴ്ചയോളായിട്ട് ഇതിങ്ങനെ നീണ്ടു പോവാണ്. പക്ഷെ പിന്നെ ഇപ്പൊ സുജിനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഈ ഒരു സപ്പോർട്ടാണ്. സാറിന് ഒന്നുകൂടി ഞാൻ നമ്മുടെ അക്കാഡമിയുടെ പേരിൽ സ്വാഗതം പറയുന്ന സുജിന്റെ പേരിൽ എല്ലാവരുടെ പേരിലും സാറിന് സ്വാഗതം അറിയിക്കുകയാണ്. അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ഇതിന്റെ പ്രോഗ്രാമിന്റെ ലോഞ്ചിങ്ങിലേക്ക് കടക്കുകയാണ്. ലോഞ്ച് ചെയ്ത് സാറിന് സമയമെങ്കിൽ അല്പം ആശംസയും കൂടി പറഞ്ഞിട്ട് നമുക്ക് സാറിന് പെട്ടെന്ന് തന്നെ യാത്രയാക്കാം. സാറിന്റെ ഔദ്യോഗികമായ തിരക്കിലേക്ക് സാറിന് നമുക്ക് യാത്രയാക്കാം. വി വെൽക്കം മിസ്റ്റർ മുസ്ലിം അടുത്ത് to inaugurate our function and launch our daily dose of accounting ICM. Thank you. പറയാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് സാധ്യതകൾ മേഖല തന്നെയുണ്ട്. ഒരുപാട് അപ്ഡേറ്റ്സുകളും ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഓൺലൈൻ രംഗത്ത് ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷായാലും അതുപോലെ മറ്റേത് ക്ലാസ്സുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഓൺലൈനായി നടത്തുന്നു. ഇന്നിവിടെ ഈ ആക്യുറേറ്റ് അക്കാദമിയുടെ ഡെയിലി ഡോസ് അക്കൗണ്ടിങ് ഒരു സംവിധാനമാണ് ഇവിടെ നടക്കാനുള്ള ഒഫീഷ്യൽ കോച്ചിങ് അറിയിക്കുകയാണ്. ഞാൻ അങ്ങോട്ടും ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വലിയ ഒരു അറിവ് ലഭിക്കാനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ആ മേഖലയിൽ ഇടപെടാനും ഈ ഓൺലൈൻ സംവിധാനം കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്ക് സമയമില്ല. 11 മണിക്ക് ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ്. മിസ്സിലൂടെയുള്ള ഓൺലൈൻ മീറ്റിംഗ് ഷാർപ്പ് തന്നെ തുടങ്ങുന്നതായിരിക്കും. അതിന് ആശംസകൾ നമസ്കാരം ചെയ്യും. ഗുഡ് മോർണിംഗ്. നമ്മുടെ ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി, ആക്യുറേറ്റ് ബിസിനസ് സൊല്യൂഷൻസ് എന്നീ രണ്ട് സഹോദര സ്ഥാപനങ്ങൾ ചേർന്നിട്ട് നമ്മളൊരു പുതിയൊരു ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അഷ്കർ സാറ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരു വലിയൊരു ഇപ്പം നമ്മുടെ റമളാൻ മാസം, വിശുദ്ധ റമളാൻ മാസം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ റമളാൻ മാസത്തിൽ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തിൽ സാറ് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രോഗ്രാമാണ് ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ്. നമ്മുടെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സംതിങ് എക്സൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ നിരന്തരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണത് എന്ന് ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തും എല്ലാവരും, ഇപ്പം സാറിന്റെ കോണ്ടാക്റ്റിൽ ഒരു 100-300ഓളം കോണ്ടാക്ട്സും എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ അതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇന്ന് ഒഫീഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട മേയർ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലൊക്കെ പ്രകാശനം ചെയ്തത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ഉദ്ദേശം കാര്യങ്ങളൊക്കെ സാറ് തന്നെ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല. എന്റെ കർത്തവ്യം എന്നത് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കലാണ്. സാന്ദർഭികമായിട്ടാണ് ഇനാഗുറേഷൻ പെട്ടെന്ന് ആയത്. അതിന്റെ കാര്യങ്ങളൊക്കെ മേയർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടിക്ക് നമ്മളുമായിട്ട് സഹകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മേയറെ അക്കാഡമിക്ക് വേണ്ടി ഒരു ആശംസ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് നമ്മുടെ ഒരു സെഷൻ കഴിഞ്ഞ ഒരു
പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കോൺവൊക്കേഷൻ. ആ സമയത്ത് അഡ്വക്കേറ്റ് ഡോക്ടർ സിദ്ദിഖ് സിദ്ദിഖി നമുക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ അടുത്തൊരു സെഷൻ ആയിട്ട് നമ്മുടെ HR സ്പെഷ്യലിസ്റ്റ് ആയ ശ്രീമതി അമൃത രാമകൃഷ്ണൻ അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട അഷ്കർ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നന്ദി ആശംസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ HR ശ്രീമതി അശ്വതിയാണ്. അശ്വതി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി, നമ്മുടെ കോവർക്കേഴ്സ് ഉൾപ്പെടെ, നമ്മുടെ നഫ്സൽ സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ അവസരത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടിയിട്ട് ശ്രീ അഷ്കർ സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഴ്ചയോളായിട്ട് ഏകദേശം എനിക്കൊന്നും എന്താ പറയാ, വാട്സപ്പിലൂടെ ചില ആള് ചീത്തവരെ വിളിച്ചിന്, എന്നിട്ട് ഡിലീറ്റ് ചെയ്താണ്. എന്താണ് ഇത്, ഒരാഴ്ചയോളായിട്ട് ഇതിങ്ങനെ നീണ്ടു പോവാണ്. പക്ഷെ പിന്നെ ഇപ്പൊ സുജിനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഈ ഒരു സപ്പോർട്ടാണ്. കാരണം ഇന്ന് രാവിലെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ സ്ട്രീമിങ് എന്താ സുജിൻ പറഞ്ഞു, ഇല്ല നമ്മൾ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സ് ഇല്ല അല്ലെ, 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ കണക്ഷനിലുള്ള ഫ്രണ്ട്സിന് തന്നെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് അല്ലെ, വിത്തിൻ 1 മിനിറ്റ് ഓർ 2 മിനിറ്റ് നമ്മൾ ആ 50 സബ്സ്ക്രൈബർ എന്നുള്ള മൈൽ സ്റ്റോണ് കടന്നു കഴിഞ്ഞു. ഇപ്പൊ എത്രയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഉള്ളത്? എനിബഡി സബ്സ്ക്രൈബർ ഇല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരു സപ്പോർട്ടാണ്, ഞാൻ പറയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 6-7 വർഷം മുന്നേ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ റൂമിലാണ് പരിപാടി തുടങ്ങിയത്. അന്ന് മുതൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് പോലും ചെയ്യാനില്ല. ഞാൻ രാവിലെ വരും, ഓഫീസ് തുറക്കും. പക്ഷെ ആ സമയത്ത് പോലും പലരും എന്നിൽ വിശ്വാസം അർപ്പിച്ച്, ഞാൻ ഇപ്പം കാണുമ്പോൾ കുറച്ച് ഒരു പക്വതയും പ്രായം തോന്നുന്നുണ്ടെങ്കിലും ഒരു 7 വർഷം മുന്നേ ഒരു 24 വയസ്സിലുള്ള സമയത്ത് തീരെ തടിയും പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് ചില വലിയ വർക്കുകൾ പോലും എന്ത് ചെയ്ത് ചില ആളുകൾ ഒറ്റ വിശ്വാസത്തിന്റെ പേരിൽ എനിക്ക് തരികയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓഫീസ് നല്ല റണ്ണിങ് എന്ന രൂപത്തിൽ നടത്താൻ പറ്റി. ആ സമയത്ത് തന്നെയാണ് എൻ്റെ കൂടെ ഇപ്പോഴും പാർട്ണറായിക്കൊണ്ടിരിക്കുന്ന ആക്കിബും വിത്തിൻ 1 മന്ത് അങ്ങനെ നല്ലൊരു ഓഫീസിലെ ജോലിയും എല്ലാം കളഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെ ഓരോരാള് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളുമാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, പിന്നെ ഇപ്പൊ നമ്മുടെ മേയർ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മിനിഞ്ഞാന്നാണ് മേയർ പോയിട്ട് കാണുന്നത്. സാർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, സാർ വരണം എന്ന് പറഞ്ഞു. ഇപ്പൊ പല തിരക്കുകളും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ആശയം കൂടി പങ്കുവെച്ചപ്പോ മുപ്പര് പറഞ്ഞു ഉള്ള സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വന്നിട്ട് പോവാം. പക്ഷെ നമ്മളിവിടെ രാവിലെ തന്നെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം മുപ്പര് കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കത് ചുരുക്കേണ്ടി വന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ മറ്റുള്ളവർ നൽകുന്ന വിശ്വാസം അത് നമ്മളെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു അസറ്റുമാണ്, വലിയ ലയബിലിറ്റിയാണ്. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് അക്കൗണ്ട്സിലുണ്ടോ? അസറ്റാണ് ലയബിലിറ്റി ആണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഇല്ല. കാരണം ഈ ഒരു വിശ്വാസം, ഞാൻ പറഞ്ഞില്ല, അകമഴിഞ്ഞ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മളെ വലിയ അസറ്റാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ സ്ട്രീമിങ് നടക്കൂല എന്ന് പറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. വിത്തിൻ ടൈമിനുള്ളിൽ എന്ത് നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, എനിക്കൊന്ന് ഞാൻ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ, ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു സബ്സ്ക്രൈബർ കിട്ടി. അപ്പൊ അതേപോലെ ഓരോ സ്റ്റെപ്പിലും ഇന്നലെ മേയർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, അതേപോലെ തന്നെ മാഡം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, എല്ലാം എനിക്കൊന്ന് വളരെ ഷോർട്ടർ നോട്ടീസിലാണ് ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഷോർട്ടർ നോട്ടീസിലാണ്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുന്നേ നമ്മുടെ അക്കാഡമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് പോയപ്പോ
നമ്മളിത് വെറും ഒരു ബിസിനസ് ആയിട്ട് കച്ചവടമായിട്ട് കാണുന്നതിന് പകരം, എനിക്കറിയുന്ന കാരണം റമദാൻ മാസമാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും പല മടങ്ങ് കൂലിയാണെന്നാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പോൾ ഒരു 10 ആൾക്ക് വേണമെങ്കിൽ ഒരു 500 രൂപ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് വേണമെങ്കിൽ അത് കുറച്ചും കൂടി ഒരു 100 ആൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം നേരുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഇങ്ങനത്തെ ഓരോ അസറ്റ്, പൈസയാണെങ്കിലും മറ്റെന്തൊക്കെയാണെങ്കിലും അത് നമ്മുടെ അടുത്ത് അത്രപ്പാടൊന്നും ഇല്ല. അത് നമ്മൾ കൊടുക്കുന്നതിന് എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അസറ്റില് നമ്മൾ ക്രെഡിറ്റ് എൻട്രി ഇട്ട് കഴിഞ്ഞാല് ഇട്ടിട്ട് കുറയും. ഒരു ഫിക്സ്ഡ് അസറ്റ് ആണെങ്കിൽ 5 വർഷം ഡിപ്രീസിയേഷൻ ആണെങ്കിൽ കുറഞ്ഞു പോകും. ഞാൻ എന്തുകൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രൂപത്തില് നമ്മുടെ അടുത്തുള്ള എല്ലാ അസറ്റ്സും, ക്യാഷ് ഒരു അസറ്റ് ആണല്ലോ, കറണ്ട് അസറ്റ് ആണല്ലോ, ഇതൊക്കെ നമ്മൾ ചെലവഴിക്കുന്നതിന് എന്താവും, കുറഞ്ഞു പോകും. അതായത് ഒരു ക്രെഡിറ്റ് എൻട്രി അവിടെ പോയി കഴിഞ്ഞാൽ ഈ അസറ്റ് ഒക്കെ കുറയും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ അടുത്തുള്ള എല്ലാം ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പം ക്രെഡിറ്റ് എൻട്രി നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സാധനം കൂടി ഉണ്ട്. എന്താണ്, ഇപ്പൊ ഓരോ സെക്കൻഡിലും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ്, ടൈം, സമയവും ലിമിറ്റഡ് ആണ്. അതിങ്ങനെ കുറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പടച്ചോന് എല്ലാവർക്കും ഓരോ കഴിവും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ചിലർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി, പിന്നെ എന്താ പറയാ, 150-200 കിലോനൊക്കെ പൊന്തിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് ചിലപ്പോൾ 20 പൊന്തിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഉസൈൻ ബോൾട്ട് എത്ര 9 സെക്കൻഡിലായിട്ട് ഓടിയെത്തുന്നു, നമ്മൾ ഓടിയാൽ ചിലപ്പോ അപ്പുറത്ത് തന്നെ ഇല്ല. അങ്ങനെ പല കഴിവുകളും പടച്ചോനെ ഒരാൾക്ക് കൂടുതലും കുറവൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കും ഇപ്പോൾ മാഡത്തിനും സുജിനും അതേപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മഹാന്മാരായ ആളുകൾക്കും, എല്ലാ ആളുകൾക്കും, ഇപ്പോൾ ഉള്ള നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മസ്കിനും, എല്ലാവർക്കും പടച്ചോന് 24 മണിക്കൂർ സമയം ഒരുപോലെ കൊടുത്തിട്ടുള്ളത്. ഒരാൾക്കും എന്തില്ല, 24 മണിക്കൂർ 5 മിനിറ്റും ഇല്ല. എന്നാൽ ഒരാളെടുത്ത് 23 മണിക്കൂർ പിന്നെ 50 മിനിറ്റേ ഉള്ളൂ എന്നില്ല. എല്ലാവർക്കും തുല്യമായ സമയം കൊടുത്തിട്ടുള്ളത്. അതായത് തുല്യ അവസരങ്ങളാണ് ലോകത്തുള്ളത്. ഈ സമയം പാഴാക്കാതെ കൃത്യമായി ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവൻ ആരാണോ അവൻ വിജയിക്കും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ മുന്നേ നാട്ടിലൊക്കെ നമ്മൾ ചില ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ വെക്കാറുണ്ട്. ഒരു സമദാനിന്റെ പ്രസംഗത്തിലെങ്ങാനും കേട്ടൊരു ലാറ്റിൻ വേർഡാണ്, ഒറ അറ്റ് ലെബോറ. ആരെയും കേട്ടിട്ടുണ്ടോ? വെറുതെ ഇനിയിപ്പോ ChatGPT ഉള്ളതല്ലേ, ഞാൻ പണ്ട് കേട്ടതാണ്. ഞാൻ മനസ്സിലാക്കിയ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ അറ്റ് ലെബോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇതിലിപ്പോ ദൈവവിശ്വാസികളുണ്ടാവും, വിശ്വസിക്കാത്ത ആളുണ്ടാവും. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാം, പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക, പിന്നെ ആക്ഷനാണ്. ആക്ഷൻ ഇല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചിരുന്നിട്ട് അങ്ങനെ ഇരിക്കേണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്നും ഒരു മതവും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ വെറും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം പടച്ചോൻ തരും. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നമ്മുടെ കയ്യിൽ പറഞ്ഞ നിയ്യത്ത് അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശം, അതെന്ത് ചെയ്യാം, ഒരു പ്രാർത്ഥന, പ്രവർത്തനം, അതിനെന്ത് ചെയ്യും, റിസൾട്ട് മേ ബി മറ്റൊരാളെ കാഴ്ചയിൽ നോക്കുമ്പോൾ അതൊരു ഫെയിലിയർ ആവാം. എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിന്നെ സ്പീച്ച് ഉണ്ട്. എനിക്കൊന്ന് റൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്ന് ഏതോ ഹോളിവുഡ് ആക്ട്രസ് ആയിട്ടാണ്, എനിക്ക് ഇങ്ങനെ അറിയില്ല. മൂപ്പര് പറയുന്നുണ്ട് അല്ലെ, ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. പിന്നെയോ ചിലപ്പം വിജയിക്കും. കാരണം എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഞാനും CA എക്സാം എനിക്കൊന്ന് 5-6 തവണ എഴുതിയ. ഇപ്പൊ എനിക്കത് 5-6 തവണ എഴുതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് വേറെ ഒന്നും നഷ്ടപ്പെടാനും ഇല്ല, പ്രത്യേകിച്ചൊന്നും കിട്ടാനും ഇല്ല. അപ്പോ നമ്മുടെ സെഷൻ, മാഡത്തിന്റെ സെഷൻ
നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഓരോ മൊമെന്റും ഓരോ ടൈമും നിങ്ങൾ എത്ര പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഇന്ന് രാവിലെ ഒരു 5 മണി മുതൽ നമ്മൾ ഈ സമയം വരെ എത്തുമ്പോ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും ഇല്ലെങ്കിൽ യു ആർ എ വിന്നർ. എല്ലാ അരമണിക്കൂർ ഉറങ്ങി വെറുതെ ഷോർട്സ് നോക്കി നിന്നു ഒരു ഗുണവും കിട്ടിയില്ല, അല്ലെങ്കിൽ വെറുതെ എന്തിനോ ഇരുന്ന്. സോ നിങ്ങൾ ആ പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ ഇങ്ങനെ കൂടിക്കൂടി വരും. ഞാനും വലിയ ഫെയിലിയർ ആയിരുന്നു, ഞാനും വലിയ മടിയനായിരുന്നു. എൻ്റെ അത്ര മടിയുള്ള ആളൊന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ അറ്റ് എ ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമില് എല്ലാം പറയുന്ന പോലെ ചില തിരിച്ചറിവുകൾ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഒരു വിധിന്യായം ഉണ്ടെങ്കിൽ അവിടെ മിക്കവാറും നിർബന്ധമായിട്ടും ഫസ്റ്റ് ചോദിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, മിക്കവാറും ചോദിക്കുന്ന ഒരു സാധനം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒഴിവ് സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ എന്തിന് ചെലവഴിച്ചു എന്നുള്ളതായിരിക്കും. അപ്പോ ആ ഉപയോഗിച്ചതിനൊക്കെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വിരൽ കടിക്കേണ്ടി വരും. ചില യാത്രകളും ചില ആളുകളുമാണ് ഓരോരോ ആൾക്കാർക്ക് ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു യാത്ര പോയി. അപ്പോ ഞാൻ കുറച്ച് എന്റെ രൂപത്തിലൊക്കെ കാണും, കുറച്ച് നല്ലൊരു വിശ്വാസി എന്ന് പറയുന്നില്ല, അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുനിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി നോക്കുക. പോയി കഴിഞ്ഞാല് അത്രയും കുറച്ചേ എന്താ ചെയ്യുള്ളൂ, നമ്മൾ കുറ്റങ്ങൾ ചെയ്യുള്ളൂ. കുറ്റങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാല് പടച്ചോന് സ്വർഗത്തിൽ കയറ്റും. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. ഇത്ര കാലം ഏകദേശം നമുക്കത് മരിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാണ്. എല്ലാത്തടത്തോളം എനിക്ക് ഇവിടെ കുറെ കാലം ജീവിക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈയിടെ ഒരാൾ പറഞ്ഞു, നമ്മൾ 1 മിനിറ്റ്, 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഇവിടെ കൂടുതൽ നിന്ന് അത്രയും നന്മകൾ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ദൈവത്തിന്റെ അടുത്ത് മാത്രം. എന്റെ നാട്ടിൽ 10 മണിക്കൂർ മുന്നേ മരിച്ച ആള്, നമ്മൾ രണ്ടാൾ ഒരേ സമയത്ത് ജനിച്ച്, എന്റെ നാട്ടിൽ 10 മണിക്കൂർ മുന്നേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ 10 മണിക്കൂർ കൊണ്ട് എനിക്ക് എന്ത് പല നന്മകളും ചെയ്ത് അയാളെ നാട്ടിൽ മേലെ കയറാൻ പറ്റും. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ സൊസൈറ്റി കാണുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാനും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ അതുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മളിൽ മറ്റുള്ളവർ നൽകിയ വിശ്വാസം അത് നമ്മുടെ അസറ്റാക്കി തന്നെ വെക്കണം, അത് ലയബിലിറ്റി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷിതാക്കള് എത്രയോ പ്രതീക്ഷകളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഇവിടെ ഓഫീസിലേക്കാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അയക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇന്നത് പഠിക്ക്, അത് പഠിക്ക്, ഇത് പഠിക്കുന്നൊന്നും പറഞ്ഞില്ല. ചെറുപ്പം മുതലേ പൂർണ്ണമായിട്ട് എന്നെ വിശ്വാസത്തിലെടുത്ത് ഞാനായിട്ട് സെറ്റ് ചെയ്ത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് തകർക്കാൻ പറ്റൂല. അപ്പൊ ആ രൂപത്തില് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിൽ വിശ്വസിച്ച ആളുകളെ, അങ്ങനെ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ വലിയ അക്കൗണ്ടന്റ് ആകാം, അല്ലെങ്കിൽ വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, ഇതൊന്നും ഒരു വലിയ സംഭവമൊന്നുമല്ല. നല്ലൊരു വ്യക്തിയാവുക. ഒരാൾ നിങ്ങളൊരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വാസം അവർക്ക് തിരിച്ചു നൽകുക. ഓരോ സമയത്തും എന്ത് നന്മയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക ആ നന്മയിലേക്ക് നമ്മൾ ഓടിയെടുക്കുക. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. എവിടെയാണ് നിങ്ങളിപ്പോ, ഞാനിവിടെ എൻ്റെ ഓഫീസിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചെടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യുക, 10 മടങ്ങ് തിരിച്ചു നൽകുക. കരിയറിൽ ഇനി എവിടെ എംപ്ലോയ്മെന്റിൽ പോയി കഴിഞ്ഞാലും അവിടെ അവർ നമ്മിൽ അർപ്പിച്ച വിശ്വാസം 10 മടങ്ങായി നമ്മൾ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ തന്നെ ഓക്കെയാണ്. ഞാൻ നേരത്തെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ അക്കൗണ്ട്സ് ഈസിയാണ്. അക്കൗണ്ട്സ് ഈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ അറിവിൽ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് അക്കൗണ്ട്സ് അറിയുന്ന ആളാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞതിന് അക്കൗണ്ട്സ് തീർന്നു. ഒരു ബിഗിനർ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു 20 മിനിറ്റ് ടു 60 മിനിറ്റ്സ്. ഇതിന്റെ അപ്പുറം പറഞ്ഞു കൊടുക്കാൻ മാത്രം ഒന്നും അക്കൗണ്ട്സിലില്ല. അക്കൗണ്ട്സിലില്ല മീൻസ് ഒരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ്. കാരണം ഞാനിവിടെ ഓഡിറ്ററാണ്. മാഡം ഡിലേ ആവുന്നുണ്ടോ? ഞാനിവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഓഡിറ്ററാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ കണ്ണൂര് നമ്പർ 1 ഓഡിറ്റർ ഒന്നല്ല, എങ്കിലും ഇവിടെ ഒരു 100-150 ഓഡിറ്റ് നമ്മൾ ഒരു വർഷം ചെയ്യുന്നുണ്ട്.
അപ്പൊ നല്ല സാലറി ഉള്ള അക്കൗണ്ടന്റ് തന്നെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റ് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും, നിങ്ങൾ കാണുന്നതാണ്. അവർ ചെയ്യുന്ന അക്കൗണ്ട്സിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ക്വാളിറ്റി വരെ ഇല്ല. അതെന്താണ്, ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണോ അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊരു മേഖലയിൽ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം സാറ് ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ അതിന്റെ കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ച അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് ആയിട്ട് ഹയർ ചെയ്യുന്ന വ്യക്തി ഒരു അക്കൗണ്ടന്റ് ആണ്. കാരണം അന്നേരം മുതൽ കണക്ക് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അയാൾ ഡിലേ ആയി എന്ന് പറയേണ്ടി വരും. കാരണം അയാൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു അക്കൗണ്ടന്റ് എടുക്കാനുള്ള പ്രോസസ്സിന്റെ ഇടയ്ക്ക് തന്നെ കുറെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളും അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ തന്നെ അന്നൊരു ഡാറ്റയും മറ്റൊക്കെ നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു 4 കോടി to 10 CR എങ്ങാനും GST രജിസ്ട്രേഷൻസ് ഉണ്ട്. 4 കോടി അല്ലെ 10 കോടി, അത് നിങ്ങൾക്ക് നോക്കാം, ഡാറ്റ ഇറ്റ്സ് അവൈലബിൾ. ഒന്ന് നിങ്ങൾ ChatGPT ഉണ്ടെങ്കിൽ നോക്കി നോക്കിയ ഇപ്പോൾ ടിൽ ഡേറ്റ് ഹൗ മെനി GST രജിസ്ട്രേഷൻ ഹാവ് ബീൻ ടേക്കൺ. ജസ്റ്റ് ചെക്ക്, ആരുടെ ഫോണുള്ള നോക്ക്, എല്ലാം ലൈവ് അല്ലേ, ഞാൻ വെറുതെ ഒരു ഡാറ്റ ഇല്ലാത്ത ഡാറ്റ പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ GST രജിസ്ട്രേഷൻസ് കുറഞ്ഞത് ഒരാളെങ്കിലും എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടന്റ് എങ്കിലും അവിടെ ഉണ്ടാവും. ചില വലിയ സ്ഥാപനങ്ങളിലും ഒന്നൊന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു നമ്മുടെ ഈ പോപ്പുലേഷന്റെ എത്ര പെർസെന്റേജ് നമ്പർ ഓഫ് ബിസിനസ് ആണത്. അതേപോലെ തന്നെ എന്തുണ്ടാവും, ട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പല സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഈ മേഖല എല്ലാവർക്കും ചെറിയ നേരം കൊണ്ട് ഈ സ്കില്ല് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പണ്ട് സ്കൂളിലൊക്കെ പറയുന്നല്ലോ ഡയറി എഴുതുന്ന ശീലമുണ്ടോ? നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? ഡയറി എഴുതുന്ന ശീലമുണ്ട്. ഡയറി എഴുതുന്ന അത്ര ബുദ്ധിമുട്ടില്ല അക്കൗണ്ട്സ് എഴുതാൻ. ഡയറിയിൽ നടന്നല്ലേ എഴുതണം. പല ആളുകൾ ആരും ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, മിനിറ്റ്സ് എഴുതി ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഇതിൽ പ്രവർത്തിച്ചിട്ട്? ഒരു കാര്യം മീറ്റിംഗ് ഒക്കെ നടക്കും, മിനിറ്റ്സ് അതിൽ ഫുള്ള് ഡീറ്റെയിൽ എഴുതണം. നമ്മളെ അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര ചുരുക്കാണ്. പൈസ ഉള്ള കാര്യം മാത്രമേ നമ്മൾ നോട്ട് ചെയ്യേണ്ടുള്ളൂ, പൈസന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നോട്ട് ചെയ്യേണ്ടുള്ളൂ, അങ്ങനെയുള്ള ഇടപാടുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. വളരെ എളുപ്പം. അതിനും ഏറ്റവും ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം പഴക്കം ചെന്നിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലാതെ തുടരുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അത് അക്കൗണ്ടിങ് ഫീൽഡാണ്. എനിക്കൊന്ന് മോർ ദാൻ 700 or 500 to 700 ഇയർ ഇതന്നെയാണ് അക്കൗണ്ട്സ്. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അവർ 5 ഫൈനാൻഷ്യൽ എലമെന്റ്സ്: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ. ഇതിന് പുറമെ ഒന്നും വന്നിട്ടില്ല. അതിന് നല്ല പിന്നെ ചുരുങ്ങിയതല്ലാതെ ഇതിന്റെ മേലേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ഫീൽഡ്, ഇത്രയും ഡിമാൻഡ് മാർക്കറ്റിലുള്ള ഫീൽഡ് ഇവിടെ ബിസിനസ്സുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ ബിസിനസ്സുകാരും പറയും നല്ലൊരു അക്കൗണ്ടിനെ കിട്ടുന്നില്ല. കാരണം അക്കൗണ്ട്സ് നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത്? വൈ വി ആർ കീപ്പിംഗ് അക്കൗണ്ട്സ്? എന്തിനാ നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയണം. എത്ര ഷോപ്പിലെ അക്കൗണ്ടന്റുമാർ നിങ്ങളെ ക്ലയന്റിനെ വിളിച്ചു ചോദിച്ചു നോക്ക്, അക്കൗണ്ടന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് തരുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല, ലക്ഷ്യബോധമില്ലാതെ അക്കൗണ്ട്സ് ചെയ്യണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വലിച്ചു നീട്ടി അങ്ങോട്ട് എത്തിക്കുന്നില്ല, കാരണം മാഡത്തിന്റെ ഒരു നല്ലൊരു സെഷൻ ഉണ്ടാവും. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, അത് ആളുകളിൽ എത്തിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ഈ പറഞ്ഞ രൂപത്തില് അക്കൗണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ സാധനം, ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ്, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം എപ്പിസോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മനസ്സിൽ കണ്ടത്. പക്ഷെ ഞാൻ അതിന്റെ വളരെ സിമ്പിളാക്കി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 2 എപ്പിസോഡിലേക്ക് നമ്മളത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് മിക്കവാറും 2 എപ്പിസോഡ് കൊണ്ട് തീരും. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ അതിന്റെ ആഡ് ആയിട്ടുള്ള GST, ഇൻവെന്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. സോ മറ്റൊരു എന്റെ മാനേജർ തന്നെ പറഞ്ഞു,
ഞാൻ പറഞ്ഞു 7:30 ആണ് നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത്. മൂപ്പര് രാത്രി ആയിരിക്കും അല്ലേ? ഞാൻ രാത്രിയല്ല, 7:30 മോർണിംഗ്. അതും UAE ടൈം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ 7:30 ഇട്ടത്. അല്ലെങ്കിൽ 6 o'clock അല്ലെങ്കിൽ 7 ഞാൻ ഇതിടും. കാരണം മനുഷ്യന് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ ഈ സമയം നിങ്ങളിപ്പോ ഇതില് സ്ട്രീമിങ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാരണം നിങ്ങൾ 7 o'clock ആ ടൈം, ആ രാവിലത്തെ ടൈം തന്നെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. കാരണം ഒരു ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇപ്പൊ നോമ്പായോണ്ട് ഭക്ഷണം കഴിക്കൂല, ക്ഷീണം വരും. അങ്ങനെയൊക്കെ ഇത് ഇതാക്കുമ്പോ ചിലപ്പോ 1/4 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ മനസ്സിലാക്കേണ്ടതിന് 6 ദിവസം 10 ദിവസം 1 മാസമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോ ഈ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനെന്താണ് എന്റെ കർത്തവ്യം ഇവിടെ നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം ഓൾറെഡി നമ്മുടെ മേയർ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ കൂടുതൽ ആളുകളെ ക്ഷണിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്ഥല സൗകര്യം കുറവായത് കൊണ്ട് തന്നെ ആളുകളെ ആരെങ്കിലും വിളിക്കുമ്പോൾ മറ്റുള്ള ആളെ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലക്കാണ് നമ്മുടെ സ്റ്റാഫും നമ്മുടെ സ്റ്റുഡൻസും മാത്രം ഇരുന്നോട്ടെ എന്ന് കരുതിയത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് എന്ന പേരിൽ എന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ചെറിയ രൂപത്തിൽ ചെയ്ത് അത് വലിയൊരു ഹൈപ്പിലേക്കും വലിയൊരു ക്യൂരിയോസിറ്റിയിലേക്കും പോയൊരു സിറ്റുവേഷനില് അവര് വല്ലാണ്ട് പ്രതീക്ഷിക്കും, എന്തോ ബെൻസ് കാർ കിട്ടുന്നോ അങ്ങനെ എന്തൊക്കെയാണ് ആള് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അവർക്ക് നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബെൻസ് കാറോ എന്തോ വാങ്ങാം. കാരണം ഇന്ന് നമ്മുടെ കയ്യില്, ഞാൻ മുന്നേ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഒരു മനുഷ്യന് എത്ര ബുക്കാണ് ഒരു ദിവസം വായിക്കാൻ, ഒരു ജന്മത്തിൽ വായിക്കാൻ പറ്റുന്നത്? എന്താ നമ്പർ ഡാറ്റ എല്ലാം പോയില്ലേ? അപ്പോ അത് ചുരുക്കം പുസ്തകങ്ങൾ മാത്രമേ ഒരാൾക്ക് വായിക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു വീക്കിലി വൺസ് എന്നുള്ള രൂപത്തിൽ 54 ബുക്കോ അങ്ങനെ നമ്മൾ എന്തോ നോക്കിയാൽ 540, 600, 700 ബുക്കാണ് ഒരു മനുഷ്യന് ജന്മകാലത്ത് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ കൂടെ ഇന്ന് AI ടൂളുകളായ ChatGPT, ക്ലോഡ്, അങ്ങനെ പുതിയ ഡീപ് സീക്ക്, അങ്ങനെ പല സാധനങ്ങളും വരികയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മനുഷ്യന് ഒരു ജന്മത്തിൽ വായിക്കാൻ പറ്റുന്നതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി ഡാറ്റാസ് റീഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അത്രയും ബുക്ക് വായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഉള്ള ഒരാളെ കൈമ പിടിച്ചിട്ട് അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എത്ര ഉള്ളത് ഇതുവരെ ഡാറ്റ കിട്ടിയിട്ടില്ല? ഇല്ല, ഇവിടെ കഥ വെക്കാൻ ഇരുന്നാണ്. ഓക്കെ, ഞാൻ ഏതായാലും മോർണിംഗിൽ അതിന്റെ സാധനം കളയുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ ഹാൻഡ് ആണ്, ഒരു പണിയുമില്ല. ഈ സാധനം ഞാൻ എന്തായാലും ഇതിൽ പറഞ്ഞുതരും. ഞാൻ പിന്നെ മാഡത്തിന്റെ സെഷൻ ലേറ്റ് ആണ്ടാന്ന് വിചാരിച്ചില്ല. ഇതാണ് ഇന്നത്തെ കാലം. എല്ലാം വിരൽ തുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിരൽ തുമ്പും ഇല്ല എന്നാ പറയുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ കാലം കഴിയാൻ പോക്കാണ്. ഇനി പ്രൊജക്ഷൻ ആണ്. ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും. അന്നേരം ചിലപ്പോൾ നമ്മൾ വിരലും എടുക്കേണ്ടി വരണമെന്നില്ല. ഇന്ന് രാവിലെ എങ്ങാനും പേപ്പറിൽ അവിടെ ഒരു ന്യൂസ് ആയിട്ടും കണ്ടു, നമുക്ക് സ്ക്രീനിൽ തൊട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ആളുകൾ, കാരണം മനുഷ്യന്റെ ബുദ്ധി വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രാചീന കാലം മുതൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഒരു 30 വർഷം മുന്നേ ഉള്ള ആളുകൾ നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ ഇതാ ലൈവ് സ്ട്രീമിംഗ് പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ഒരു 50 വർഷം മുന്നേ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാനില്ല. അപ്പൊ അടുത്ത കൊല്ലം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെ ആയിരിക്കാം. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഓരോ സമയവും ഇവിടെ ഇരിക്കുന്ന സെഷനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാം. എംപ്ലോയ്മെന്റ് കാര്യങ്ങൾ വരുന്നവർക്ക് മാഡത്തിന്റെ സെഷൻ എല്ലാ രൂപത്തിൽ ഉപകാരപ്പെടും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നല്ല ഏകദേശം ഇപ്പൊ ഒരു കാം ക്വൈറ്റാണ്, ഈ ഒരു സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എൻജോയ് ദ സെഷൻ. ഓക്കെ, താങ്ക് യു.